സർ, ഞാനിത് പറയാനുള്ള ഒരു കാരണം, പല തെരഞ്ഞെടുപ്പുകളുടെ മുമ്പിലും എൻ്റെ അടുത്ത് പല BJP സപ്പോർട്ടുകളിലും ഞങ്ങളുടെ പല സോഷ്യൽ മീറ്റിങ്ങുകളിലും നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ ആ ചോദ്യമില്ല. ഇപ്പോൾ എത്ര കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അതായത് കേരളം ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിരുന്നു BJPയിൽ. അതിൽ നിന്ന് അവർക്ക് ഇപ്പോൾ മോഹിക്കാൻ കഴിയുന്നു 5 അല്ലെങ്കിൽ 10 സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റ് എന്നുള്ള സ്ഥിതിയിലേക്ക് രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നല്ലേ ഇത് കാണിക്കുന്നത് സർ? തീർച്ചയായും കേരളത്തിൽ ഒരു കാര്യം നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഒരു 10 വർഷമായിട്ട് കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വേരുറപ്പിച്ചിട്ടുണ്ട്. അത് അവഗണിക്കാൻ കേരളത്തിലെ മുഖ്യധാര പാർട്ടികളും 2 മുന്നണികളും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് RSSന്റെ ശാഖാ പ്രവർത്തനമായാലും കേരളത്തിലെ ഹിന്ദുത്വ സംസ്കാരത്തിന്റെ പ്രചരണത്തിലായാലും ഏറ്റവും വളരെ 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 പ്രധാനമായ മുന്നേറ്റം RSSും BJPയും കേരളത്തിൽ കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞത് ഒരു 10 പതിറ്റാണ്ടായി നടത്തിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രകടമാകുന്നു, അതിന് BJPയുടെ ഐക്യമുന്നണി സിദ്ധാന്തം എന്നാണ്. അവരുടെ മുഖ്യ ശത്രുക്കളിൽ ആരായിട്ടാണ് കേരളത്തെ കാണുന്നത്? LDFനെയാണോ UDFനെയാണോ? മുസ്ലിങ്ങൾ തീർച്ചയായും ആണ്. ക്രിസ്ത്യാനികളെ തൽക്കാലം കൂടെ നിർത്തിക്കൊണ്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ പല പരീക്ഷണങ്ങൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തവണ അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുമായി അവർ വന്നിരിക്കുകയാണ് എന്നാണ് താങ്കൾ പറയുന്ന 5നും 10നും ഇടയ്ക്കുള്ള അത് ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും. അത് ഏറ്റവും കേരളത്തെ സ്തംഭിപ്പിക്കുന്ന പ്രകടനമായിരിക്കും. താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നതും കേരളത്തിലെ മതനിരപേക്ഷവാദികളെ ആകെ പിടിച്ചു കുലുക്കുന്നതും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നതുമായിരിക്കും 5നും 10നും സീറ്റ് BJPക്ക് കേരളത്തിൽ ലഭിക്കുമായിരുന്നു. അതിനർത്ഥം വേറൊന്നുകൂടി ഉണ്ട്. അത് ക്ഷമിക്കണം, അത് കേൾക്കാൻ. 5-10 സീറ്റുകൾ കിട്ടുക എന്നതിന്റെ മറ്റൊരർത്ഥം മറ്റ് സീറ്റുകളിലും കൂടെയുള്ള അവരുടെ പെർഫോമൻസ് വെച്ചുകൊണ്ട് അവർ തീർച്ചയായും 20% മുകളിൽ കേരളത്തിലെ ആകെ വോട്ട് സമ്പാദിക്കും എന്നാണ്. ഇപ്പോൾ അവർക്കുള്ളത് 17.3%. കേരളത്തിൽ 20-25% വരെ വോട്ട് ലഭിക്കും എന്നുള്ളതും ഈ 5-10 കിട്ടുകയാണെങ്കിൽ അതിനോടൊപ്പം സംഭവിക്കും. അതിനർത്ഥം കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം കേരളത്തിൽ ഒരു ഹിന്ദു കൺസോളിഡേഷൻ നടക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ തീവ്രമായ വാക്കുകളല്ലേ ഞാൻ ചെറിയാൻ ഉപയോഗിച്ചത്. അത് കൺസോളിഡേഷൻ അപ്പുറം അത് വലിയൊരു മുന്നേറ്റവും കേരളത്തിന്റെ രാഷ്ട്രീയ മതജാതി സന്തുലനത്തെ ആകെ തകിടം മറിക്കുന്നതുമായിരിക്കും. അത് വെറും തെരഞ്ഞെടുപ്പിന്റെ വിജയം മാത്രമായിരിക്കുകയില്ല. ഈ 5-10 സീറ്റുകൾ കിട്ടുന്നത് ഇതാണ് താങ്കൾ പറഞ്ഞ ഡൽഹിയിൽ കേൾക്കുന്ന ഒരു സിനാരിയോ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അവർക്ക് അതിന് കഴിയുകയില്ല എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ ആന്റിന. എൻ്റെ രാഷ്ട്രീയ പരിചയമോ അല്ലെങ്കിൽ എൻ്റെ ഒരു ധാരണയോ എന്നെ കൊണ്ട് പറയിക്കുന്നത് അവർക്ക് ഏറിയാൽ 2-3 സീറ്റുകൾക്കപ്പുറം ഒരിക്കലും കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥയിൽ പോകാൻ കഴിയുകയില്ല എന്നാണ് ഞാൻ. അതുപോലും വളരെ അപകടകരമാണ്. അതുപോലും